കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ വെച്ച് ഭാര്യയുടെ മൊബൈൽ ഫോൺ കടയിൽ പർച്ചേസ് ചെയ്യാൻ വന്ന ആൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞാൻ കടയിലുണ്ടായിരുന്നില്ല. വന്ന ആൾ ഭാര്യ ഫോൺ കബോർഡിൽ വെക്കുന്നത് കണ്ടിരുന്നു. 1-2 തവണ അയാൾ ചെറിയ ചില സാധനങ്ങൾ വാങ്ങി അവിടെ നിന്നു. പിന്നെ അയാൾ ചെയ്തത്, അയാൾക്ക് എതിർവശത്തുള്ള കബോർഡിൽ ഒരു വസ്തു ഭാര്യയോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ തക്കത്തിന് അയാൾ ആ മൊബൈൽ ഫോൺ കൈക്കലാക്കി. പിന്നെ അയാൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് വേഗം പോയി കളഞ്ഞു. അയാൾ പോയി കഴിഞ്ഞതും ഭാര്യ എനിക്ക് ഫോൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഫോൺ കളവ് പോയതെന്ന് മനസ്സിലായത്. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ വേണമെന്ന്. ഭൂരിഭാഗം പേർക്കും തങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ അറിയില്ല എന്നതാണ് വാസ്തവം. ചിലർ പുതിയ മൊബൈൽ ഫോൺ വാങ്ങി കുറച്ചുനാൾ മൊബൈൽ ഫോണിൻ്റെ ബോക്സ് സൂക്ഷിച്ചു വെക്കും. എന്നാൽ ബോക്സിൽ IMEI നമ്പർ ഉള്ളത് ശ്രദ്ധിക്കാറില്ല. കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പലരുടെയും വിലപിടിപ്പുള്ള ഫോണിൻ്റെ ഈ IMEI നമ്പർ കുറിച്ച് വെക്കാറില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കാതെ വിട്ട് കളഞ്ഞവരായിരിക്കാം. എനിക്കും വളരെ ടെൻഷനായി. കുറച്ച് വിലപിടിപ്പുള്ള ഫോണാണ്, മാത്രമല്ല അധികം പഴക്കമില്ല. ആ മൊബൈലിൽ ധാരാളം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫോൺ GPS-ൽ ഭാര്യയുടെ ഫോൺ എവിടെയാണെന്ന് നോക്കി. ഏകദേശം 500 അടി മാറി ആ ഫോൺ GPS സിഗ്നൽ കാണിച്ചു. പിന്നെ അനങ്ങിയിട്ടില്ല. അതിനർത്ഥം അയാൾ ഫോൺ സിം കാർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. പോലീസിൽ ചെന്നപ്പോൾ IMEI നമ്പർ ഇല്ലെങ്കിൽ ഫോൺ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം അറിയിച്ചു. എൻ്റെ പരിഭ്രമം കണ്ടായിരിക്കണം അയാൾ ചിരിച്ചു. സുഹൃത്തിൻ്റെ ചിരി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദേഷ്യം ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഭൂരിഭാഗം പേരും IMEI നമ്പർ നോട്ട് ചെയ്യാൻ മറക്കും. പോയി കഴിയുമ്പോഴാണ് ഈ യൂണിക് നമ്പറിൻ്റെ വില അറിയുന്നത്. ഏതായാലും എൻ്റെ സുഹൃത്തായി പോലെ താൻ തൻ്റെ ഫോണിൽ ക്രോം ബ്രൗസ് ഓൺ ചെയ്ത് ഭാര്യയുടെ ഇമെയിൽ ID ആ ഫോണിൽ സൈൻ ചെയ്തിട്ടുള്ളത് താങ്കളുടെ ഫോണിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം myaccount.google.com/ഡാഷ്ബോർഡ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ഫോൺ നെറ്റ്വർക്കിലാണോ എന്നറിയാൻ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. ഫൈൻ ഫോൺ നെറ്റ്വർക്കിലാണെങ്കിൽ അതറിയാൻ കഴിയും. പ്ലേ സൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോൺ സൈലൻറ്റ് മോഡിലാണെങ്കിൽ പോലും റിങ് ചെയ്യും. ഇനി കള്ളനാണ് കൊണ്ടുപോയതെങ്കിൽ സിം മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഡിവൈസ് കണ്ടുപിടിക്കാൻ IMEI നമ്പർ വേണം. നിങ്ങളുടെ ഫോണിൻ്റെ ബട്ടൺ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ IMEI നമ്പർ കാണാൻ പറ്റും എന്ന് സുഹൃത്ത് പറഞ്ഞു. ഫോൺ എന്നാണ് രജിസ്റ്റർ ആയിട്ടുള്ളത്, അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും അതിൽ ഡേറ്റ് അടക്കം കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. IMEI നമ്പർ കിട്ടി. ഇനി തൻ്റെ പരിഭവം മാറിയില്ലേ എന്ന് സുഹൃത്ത് ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. എൻ്റെ വലിയൊരു ടെൻഷൻ മാറി കിട്ടി. ഞാൻ IMEI നമ്പർ കുറിച്ചെടുത്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതുമാത്രമല്ല, സൈബർ സെൽ സ്റ്റേഷനിലും പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ എത്തി. എന്നാൽ സ്റ്റേഷനിലെ ഓഫീസർ, പരാതി ഇവിടെ തരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതി, അവർ ഇങ്ങോട്ട് IMEI നമ്പർ മറ്റു വിവരങ്ങൾ ഫോർവേഡ് ചെയ്തു തരും. ഫോൺ എടുത്ത വ്യക്തി എപ്പോൾ പ്രസ്തുത ഫോൺ ഓൺ ചെയ്യുന്നു അന്നേരം ഞങ്ങൾക്ക് ഡിവൈസ് ലൊക്കേഷൻ അറിയാനുള്ള സംവിധാനമുണ്ട്, അതുപ്രകാരം ഫോൺ തിരിച്ചു പിടിക്കാം എന്നും പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഫോൺ കിട്ടുന്നും കാത്ത് ഞാൻ ഇരിക്കുകയാണ്. അധികം വൈകാതെ ഒരു പക്ഷേ കിട്ടിയേക്കാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോൺ IMEI അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിന് നിങ്ങളുടെ ഫോണിൽ *#06# എന്ന് ടൈപ്പ് ചെയ്താൽ മതി. IMEI നമ്പർ കാണാം. 2 സിം കാർഡ് ഉണ്ടെങ്കിൽ 2 IMEI നമ്പർ കാണാൻ കഴിയും. ഇനി ഫോണിൻ്റെ സെറ്റിംഗ്സ് പേജിൽ എബൌട്ട് ഫോണിലും IMEI നമ്പർ കാണാൻ കഴിയും. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ ഫോൺ വഴിയിൽ നഷ്ടപ്പെടാനോ കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോകുന്നത് വരെ നോക്കിയിരിക്കുകയോ വേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങളുടെ IMEI നമ്പർ കുറിച്ച് വയ്ക്കുക. എനിക്കുണ്ടായ ഗതികേട് നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.